നമസ്കാരം. മൂവാറ്റുപുഴയിലെ വാർത്തകളും വിശദാംശങ്ങളുമായി ന്യൂസ് എയ്റ്റ് ആരംഭിക്കുന്നു. നോക്കാം ഇന്നത്തെ പ്രധാന തലക്കെട്ടുകൾ. മഞ്ഞളൂർ റൂറൽ സഹകരണ ബാങ്ക് തട്ടിപ്പ് സംഘം മുൻ സെക്രട്ടറി അറസ്റ്റിൽ. ആലപ്പുഴ പെരുമ്പലൂർ തിട്ടയിൽ മിനി പോളിനെയാണ് ക്രൈംബ്രാഞ്ച് സാമ്പത്തിക കുറ്റാന്വേഷണ വിഭാഗം അറസ്റ്റ് ചെയ്തത്. അന്വേഷണം വ്യാപിപ്പിക്കാൻ ക്രൈംബ്രാഞ്ച്. കാർഷിക മേഖലയുടെ മനസ്സ് കീഴടക്കി LDF സ്ഥാനാർത്ഥി N അരുണിന്റെ പര്യടനം. ആയവന പഞ്ചായത്തിലും പായിപ്പട പഞ്ചായത്തിലെ മുളവൂരിലും പര്യടനം നടത്തി. മുൻ MLA ജോണി നെല്ലൂർ ഉദ്ഘാടനം ചെയ്തു. മൂവാറ്റുപുഴ മണ്ഡലം LDF സ്ഥാനാർത്ഥി N അരുണിന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണം. ഇടതുപക്ഷ വനിതാ സംഘടനകളുടെ നേതൃത്വത്തിൽ മൂവാറ്റുപുഴയിൽ വനിതാ റോഡ് ഷോയും വനിതാ അസംബ്ലിയും നടത്തി. SNDP ജംഗ്ഷനിൽ നിന്ന് ആരംഭിച്ച വനിതാ റോഡ് ഷോ നെഹ്റു പാർക്കിൽ സമാപിച്ചു. UDF സ്ഥാനാർത്ഥി മാത്യു കുഴൽനാടന്റെ തെരഞ്ഞെടുപ്പ് പര്യടനം തുടരുന്നു. KPCC രാഷ്ട്രീയകാര്യ സമിതി അംഗം ജോസഫ് വാടിക്കൻ ഉദ്ഘാടനം ചെയ്തു. ജനം വോട്ട് ചെയ്യുന്നത് കേരളത്തെ വീണ്ടെടുക്കാനെന്ന് ജോസഫ് വാടിക്കൻ. 2020 NDA സ്ഥാനാർത്ഥി സണ്ണി കടുത്താഴ പ്രചരണ രംഗത്ത് മുന്നേറുന്നു. വാളകത്തെ വിവിധ മേഖലകളിലെ വ്യാപാര സ്ഥാപനങ്ങൾ, ഓഫീസുകൾ എന്നിവിടങ്ങളിൽ ഉൾപ്പെടെ വോട്ട് തേടിയെത്തി. വാർത്തകൾ വിശദമായി. മഞ്ഞളൂർ റൂറൽ സഹകരണ ബാങ്ക് തട്ടിപ്പിൽ സംഘം മുൻ സെക്രട്ടറി അറസ്റ്റിൽ. ആലപ്പുഴ പെരുമ്പലൂർ തിട്ടയിൽ മിനി പോളിനെയാണ് ക്രൈംബ്രാഞ്ച് സാമ്പത്തിക കുറ്റാന്വേഷണ വിഭാഗം അറസ്റ്റ് ചെയ്തത്. മഞ്ഞളൂർ റൂറൽ സഹകരണ ബാങ്കിലെ 22.5 കോടിയോളം രൂപയുടെ വായ്പാ തട്ടിപ്പുമായി ബന്ധപ്പെട്ട് സംഘം മുൻ സെക്രട്ടറി അറസ്റ്റിൽ. ആലപ്പുഴ പെരുമ്പലൂർ തിട്ടയിൽ മിനി പോളിനെയാണ് ക്രൈംബ്രാഞ്ച് സാമ്പത്തിക കുറ്റാന്വേഷണ വിഭാഗം അറസ്റ്റ് ചെയ്തത്. നിലവിൽ സസ്പെൻഷനിലായിരുന്ന മിനി പോളിനെ ക്രൈംബ്രാഞ്ച് ചോദ്യം ചെയ്തു വരികയാണ്. സംഘത്തിൽ അംഗങ്ങൾ പോലുമല്ലാത്ത നിരവധി ആളുകളുടെ വ്യാജ തിരിച്ചറിയൽ രേഖകളും വ്യാജ ഒപ്പുകളും ഉപയോഗിച്ചാണ് കോടികളുടെ അഴിമതി നടന്നത്. യഥാർത്ഥ നിക്ഷേപകർ അറിയാതെ സ്ഥിര നിക്ഷേപ രസീതുകൾ വ്യാജമായി തയ്യാറാക്കി അതിന്റെ ഈടിന്മേൽ വായ്പയായി പണം കൈമാറിയതായാണ് ആരോപണം. സെക്രട്ടറിയുടെ നിർദ്ദേശാനുസരണം രസീതുകളുടെ ഡ്യൂപ്ലിക്കേറ്റ് എടുത്തു നൽകിയതായി സംഘത്തിലെ പ്യൂണും രസീതുകൾ, വൗച്ചറുകൾ എന്നിവ സ്വന്തം കൈപ്പടയിൽ തയ്യാറാക്കിയിട്ടുണ്ടെന്ന് അക്കൗണ്ടന്റും അന്വേഷണ ഉദ്യോഗസ്ഥരുടെ മുന്നിൽ മൊഴി നൽകിയിട്ടുണ്ട്. നിക്ഷേപകരുടെ പരാതിയെ തുടർന്ന് വാഴക്കുളം പോലീസ് രജിസ്റ്റർ ചെയ്ത കേസ് പിന്നീട് ക്രൈംബ്രാഞ്ച് ഏറ്റെടുക്കുകയായിരുന്നു. ക്രൈംബ്രാഞ്ച് എറണാകുളം യൂണിറ്റ് SP N രാജേഷ്, DYSP V റോയി എന്നിവരുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് പ്രതിയെ പിടികൂടിയത്. കൂടുതൽ ഭരണസമിതി അംഗങ്ങളിലേക്ക് അന്വേഷണം വ്യാപിപ്പിക്കാനാണ് ക്രൈംബ്രാഞ്ച് തീരുമാനം. കാർഷിക മേഖലയുടെ മനസ്സ് കീഴടക്കി LDF സ്ഥാനാർത്ഥി N അരുണിന്റെ പര്യടനം. ആയവന പഞ്ചായത്തിലും പായിപ്പട പഞ്ചായത്തിലെ മുളവൂരിലും N അരുൺ പര്യടനം നടത്തി. കാർഷിക മേഖലയുടെ മണ്ണും മനസ്സും കീഴടക്കി മൂവാറ്റുപുഴ മണ്ഡലം LDF സ്ഥാനാർത്ഥി N അരുൺ ആയവന പഞ്ചായത്തിലും പായിപ്പട പഞ്ചായത്തിലെ മുളവൂരിലും N അരുൺ പര്യടനം നടത്തി. രാവിലെ ആയവന പഞ്ചായത്തിലെ പേരാമംഗലത്ത് നിന്ന് ആരംഭിച്ച പര്യടനം മുൻ MLA ജോണി നെല്ലൂർ ഉദ്ഘാടനം ചെയ്തു. ജനങ്ങളുടെ വേദന അറിയാവുന്ന ഒരു സാധാരണ കുടുംബത്തിൽ പറഞ്ഞ അധ്വാനിക്കുന്നവരോടൊപ്പം, പാവപ്പെട്ടവരോടൊപ്പം, സാധാരണക്കാരോടൊപ്പം ജനിച്ച് ജീവിച്ച് വളർന്ന് കളിച്ചു വളർന്ന് ഇപ്പൊ അവരോടൊപ്പം നടന്നു നീങ്ങുന്ന കരുത്തുറ്റ ഒരു ജനനേതാവ്. കഴിഞ്ഞ 10 വർഷത്തെ ഭരണകാലയളവിൽ കേരളത്തിന്റെ കാർഷിക മേഖലയിൽ വിപ്ലവകരമായ മാറ്റങ്ങൾ കൊണ്ടുവരാൻ സാധിച്ച LDF സർക്കാരിനെ കർഷകർ നെഞ്ചിലേറ്റുമെന്നും ഭക്ഷ്യ സ്വയം പര്യാപ്തത ലക്ഷ്യമിട്ടുള്ള പദ്ധതികളും കർഷകർക്ക് നേരിട്ട് പ്രയോജനം ലഭിക്കുന്ന ആനുകൂല്യങ്ങളും വോട്ടായി മാറുമെന്നും അരുൺ പറഞ്ഞു. 2011-14 കാലയളവിൽ ഇതൊന്നും നമുക്ക് കാണാനുണ്ടായിരുന്നില്ല. അന്ന് കോവിഡ് ദുരിതം ഉണ്ടായില്ല, കോവിഡ് മാരി ഉണ്ടായില്ല, മഹാപ്രളയങ്ങളുണ്ടായില്ല, മറ്റു ദുരിതങ്ങളൊന്നും ഉണ്ടായില്ല. ഇതൊന്നുമില്ലാതെ ഇരുന്നിട്ടും നമ്മുടെ ക്ഷേമം, പെൻഷൻ ഉൾപ്പെടെ 1.5 വർഷം മുടക്കുന്ന സാഹചര്യം, വികസനം ഒന്നുമില്ലാത്ത സാഹചര്യം, വികസന സ്തംഭനം കേരളത്തിൽ ഉണ്ടായിരുന്ന അവസ്ഥ, ഈ ദുരിതങ്ങളൊക്കെ ഉണ്ടായിട്ടും ഈ ഗവൺമെന്റ് ചെയ്തത് ഈ ഗവൺമെന്റ് ജനകീയ ഗവൺമെന്റ് ആയതുകൊണ്ടാണ്. വിവിധ സ്ഥലങ്ങളിലെ സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങി പര്യടനം പുന്നമറ്റത്ത് സമാപിച്ചു. വൈകിട്ട് പായിപ്പട പഞ്ചായത്തിലെ പെരുമറ്റത്ത് നിന്ന് ആരംഭിച്ച പര്യടനം ആട്ടായത്ത് സമാപിച്ചു. സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ വൻ ജനപങ്കാളിത്തമാണ് ഓരോ സ്വീകരണ കേന്ദ്രങ്ങളിലും ദൃശ്യമായത്. പഴങ്ങളും പച്ചക്കറികളും അടങ്ങുന്ന കാർഷിക വിളകളും പൂക്കളും നൽകിയാണ് സ്ഥാനാർത്ഥിയെ വരവേറ്റത്. ഞായറാഴ്ച ആരാധനാലയങ്ങൾ, വിവാഹ വീടുകൾ കേന്ദ്രീകരിച്ച് സ്ഥാനാർത്ഥി പര്യടനം നടത്തും. കുറഞ്ഞ ചെലവിൽ അത്യാധുനിക ആരോഗ്യ പരിരക്ഷ. MCS ഹോസ്പിറ്റൽ. We take care of your health. മൂവാറ്റുപുഴ മണ്ഡലം LDF സ്ഥാനാർത്ഥി N അരുണിന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണാർത്ഥം ഇടതുപക്ഷ വനിതാ സംഘടനകളുടെ നേതൃത്വത്തിൽ മൂവാറ്റുപുഴയിൽ വനിതാ റോഡ് ഷോയും വനിതാ അസംബ്ലിയും നടത്തി. SNDP ജംഗ്ഷനിൽ നിന്ന് ആരംഭിച്ച വനിതാ റോഡ് ഷോ നെഹ്റു പാർക്കിൽ സമാപിച്ചു. മൂവാറ്റുപുഴ മണ്ഡലം LDF സ്ഥാനാർത്ഥി N അരുണിന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണാർത്ഥം ഇടതുപക്ഷ വനിതാ സംഘടനകളുടെ നേതൃത്വത്തിൽ മൂവാറ്റുപുഴയിൽ വനിതാ റോഡ് ഷോയും വനിതാ അസംബ്ലിയും നടത്തി. SNDP ജംഗ്ഷനിൽ നിന്ന് ആരംഭിച്ച വനിതാ റോഡ് ഷോ നെഹ്റു പാർക്കിൽ സമാപിച്ചു. തുടർന്ന് മേള ഓഡിറ്റോറിയത്തിൽ ചേർന്ന വനിതാ അസംബ്ലി മഹിളാ അസോസിയേഷൻ സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി TV അനിത ഉദ്ഘാടനം ചെയ്തു.
35 വയസ്സിലും 60 വയസ്സിനും ഇടയിലുള്ള സ്ത്രീകൾക്ക് സാമ്പത്തിക സഹായം കൊടുക്കാൻ തീരുമാനിച്ചത് ഇതൊരു ക്ഷേമ പദ്ധതിയാണ്, പെൻഷനല്ല. രാവിലെ മുതൽ അന്തി വരെ പണിയെടുക്കുന്ന സ്ത്രീകൾ 24 മണിക്കൂറിൽ 20 മണിക്കൂറും വീട്ടിലെ പണികളുമായിരിക്കുമ്പോൾ ഒരു പണിയുമില്ലാത്തവരെന്ന് അറിയപ്പെടുമ്പോഴും കഠിനമായി ജോലി ചെയ്യുന്നവരാണ് എന്ന് ഗവൺമെന്റിന് മനസ്സിലായി. അത് പരിഗണിച്ചുകൊണ്ട് ചെയ്യുന്ന ജോലിയുടെ കൂലിയല്ല, മറിച്ച് അതിനൊരു പരിഗണന കൊടുക്കാൻ തീരുമാനിച്ച് 1000 രൂപ പ്രഖ്യാപിച്ചു. ഏറ്റവും മനോഹരമായ പദ്ധതി, അത് വലിയ രൂപത്തിൽ വാഴ്ത്തപ്പെട്ടു. മാതൃകാ പദ്ധതിയായി കേരളത്തിലെ പല സംസ്ഥാനങ്ങൾക്കകത്ത് ചർച്ച ചെയ്യപ്പെട്ടു, ഇന്ത്യയിലും ലോകത്തും ചർച്ച ചെയ്യപ്പെട്ടു. ആ പദ്ധതി വന്നപ്പോഴും ഇതെല്ലാം നടക്കാത്ത സ്വപ്നമാണെന്ന് കോൺഗ്രസ് പറഞ്ഞു. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിന് മുമ്പ് അത് വോട്ട് നേടാനുള്ള ഒരു മാർഗം മാത്രമാണെന്ന് പറഞ്ഞു. ഇതെല്ലാം കഴിഞ്ഞ് തദ്ദേശ സ്വയംഭരണ സ്ഥാപന തിരഞ്ഞെടുപ്പ് കഴിഞ്ഞ് കോൺഗ്രസിന്റെ ജനപ്രതിനിധികൾ വന്നപ്പോൾ നമ്മുടെ എല്ലാം വീടുകളിൽ വന്നിട്ടുണ്ടാകും. ഇങ്ങനെ ഒരു സഹായം പാസ്സായിട്ടുണ്ട് കേട്ടോ. കോൺഗ്രസിന്റെ ചില ഗ്രാമസഭകളെല്ലാം പേരെടുത്ത് വായിച്ച് പ്രഖ്യാപിക്കുകയാണ്, ഇവിടെ ഇതാ ഈ പരിധിയിൽപ്പെട്ട ഇത്ര ആളുകൾക്ക് പെൻഷൻ അനുവദിച്ചിരിക്കുന്നു. കേട്ടാൽ തോന്നും അവരുടെ പ്ലാൻ ഫണ്ടിൽ നിന്നാണെന്നല്ല, സർക്കാർ പ്രഖ്യാപിച്ചതാണ്. മഹിളാ സംഘം സംസ്ഥാന കമ്മിറ്റി അംഗം സീന ബോസ് അധ്യക്ഷത വഹിച്ച യോഗത്തിൽ CPI സംസ്ഥാന അസിസ്റ്റന്റ് സെക്രട്ടറി PP സുനീർ MP മുഖ്യപ്രഭാഷണം നടത്തി. അതൊരു കമ്മ്യൂണിസ്റ്റുകാരെ എവിടെ ഇല്ലാതായാലും അത് മതവിശ്വാസികൾക്കോ അല്ലെങ്കിൽ മതേതര വിശ്വാസികൾക്കോ ജനാധിപത്യ വിശ്വാസികൾക്കോ ഒട്ടും സുരക്ഷിതമായിരിക്കില്ല അവരുടെ ജീവിതമെന്ന് ലോക രാഷ്ട്രീയ സാഹചര്യത്തിൽ കൂടി ഇപ്പോൾ നമ്മൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട് എന്ന് സാന്ദർഭികമായി നിങ്ങളെ ഓർമ്മിപ്പിക്കാൻ മാത്രമേ ഞാൻ ഉദ്ദേശിക്കുന്നുള്ളൂ. നമ്മുടെ രാജ്യത്തിൻ്റെ പൊതുവായ അവസ്ഥയെക്കുറിച്ച് പ്രസംഗിക്കാൻ തന്നെ നിങ്ങൾക്കറിയാം. നരേന്ദ്രമോദിയുടെ ഗവൺമെൻറ് വന്നതിന് ശേഷം ഏതാണ്ട് 12 വർഷം പിന്നിടുകയാണ്. യാതൊരു തരത്തിലുമുള്ള ഇപ്പോൾ ഞങ്ങളൊരു 4 മാസം മുമ്പ് MP-മാരെന്നുള്ള നിലയിൽ ഇന്ത്യൻ പാർലമെൻറ്റിലെ MP-മാരെന്നുള്ള നിലയിൽ ഛത്തീസ്ഗഡിൽ ഒരു സന്ദർശനത്തിന് വേണ്ടി ഞങ്ങൾ പോയി. നമ്മുടെ എറണാകുളത്ത് അങ്കമാലിയിൽ ഒരു കന്യാസ്ത്രീ, കണ്ണൂരിലുള്ള 2 കന്യാസ്ത്രീകളെ ഛത്തീസ്ഗഡിൽ ജയിലിലടച്ചൊരു സംഭവം ഉണ്ടായി. അവർ ആരോഗ്യ മേഖലയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളാണ്. ഒരു ആശുപത്രിയിലേക്ക് ജീവനക്കാരെ കിട്ടുന്നതിന് വേണ്ടിയാണ് ഛത്തീസ്ഗഡിലെ ആദിവാസി മേഖലയിൽ പോയി പണിയെടുക്കുന്നതിന് വേണ്ടി ആശുപത്രിയിലേക്ക് ആളുകളെ കൊണ്ടുവരാൻ വേണ്ടി അവർ പോയത്. അവിടെ ചെന്നപ്പോൾ ബജരംഗ് ദളിന്റെ പ്രവർത്തകരും RSSന്റെ പ്രവർത്തകരും അവർ മതപരിവർത്തനത്തിന് വന്ന ആളുകളാണ്. ഒരു കന്യാസ്ത്രീയുടെ പ്രായം 73 മറ്റൊരു കന്യാസ്ത്രീയുടെ പ്രായം 69. ഈ വയോധികരായ പാവപ്പെട്ട 2 കന്യാസ്ത്രീകൾ പോയി മതപരിവർത്തനം നടത്താൻ വേണ്ടി ചെന്നതാണ് എന്ന് പറഞ്ഞുകൊണ്ട് ആ 2 പേരെയും ഛത്തീസ്ഗഡിലെ ജയിലിലടച്ചു. ഞങ്ങൾ MP-മാർ 2-3 MP-മാർ ജോസ് കെ മാണിയും A റഹീമും ഞാനും ഉൾപ്പെടെയുള്ള 3 ഇടതുപക്ഷ MP-മാരും സ്റ്റാക്കൾ വൃന്ദാകാരാട്ടും ആനിരാജും ഉൾപ്പെടെയുള്ള 2 മഹിളാ നേതാക്കളും കൂടിയാണ് ഞങ്ങളുടെ സന്ദർശനം ചെയ്തത്. VR ശാലിനി, ഷാലി ജെയിൻ, സ്മിത ദിലീപ്, മേരി ജോർജ്, PP നിഷ, ജയ അരുൺകുമാർ, കിഷിത ജോർജ്, ശാന്തമ്മ പയസ്, അനിത റിജി, NK പുഷ്പ, സൗമ്യ ദിനേശ് തുടങ്ങിയവർ പ്രസംഗിച്ചു. തോട്ടത്തിൽ ഫാഷൻ ജുവല്ലറി, തോട്ടത്തിൽ വാച്ച് കമ്പനിക്ക് എതിർവശം, കച്ചേരിത്താഴം, മൂവാറ്റുപുഴ. UDF സ്ഥാനാർത്ഥി ഡോക്ടർ മാത്യു കുഴൽനാടന്റെ തെരഞ്ഞെടുപ്പ് പൊതുപര്യടനം തുടരുന്നു. KPCC രാഷ്ട്രീയകാര്യ സമിതി അംഗം ജോസഫ് വാടിക്കൻ പര്യടനം ഉദ്ഘാടനം ചെയ്തു. UDF സ്ഥാനാർത്ഥി ഡോക്ടർ മാത്യു കുഴൽനാടന്റെ തെരഞ്ഞെടുപ്പ് പൊതുപര്യടനം തുടരുന്നു. KPCC രാഷ്ട്രീയകാര്യ സമിതി അംഗം ജോസഫ് വാടിക്കൻ പര്യടനം ഉദ്ഘാടനം ചെയ്തു. കേരളത്തെ വീണ്ടെടുക്കാൻ ജനം ഇപ്രാവശ്യം UDFന് വോട്ട് ചെയ്യുമെന്ന് ജോസഫ് വാടിക്കൻ പറഞ്ഞു. ഐക്യജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിയായി മൂവാറ്റുപുഴയിൽ നിന്നും ജനവിധി തേടുന്ന ശ്രീ മാത്യു കുഴൽനാടിനെ വിജയിപ്പിക്കണമേ എന്നുള്ള അഭ്യർത്ഥനയുമായി അദ്ദേഹത്തിന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണ ജാഥ ഇവിടെ തുടക്കം കുറിക്കുകയാണ്. മൂവാറ്റുപുഴ മണ്ഡലത്തിന്റെ ഏറ്റവും കിഴക്കേ അറ്റത്തുള്ള രാവിലെ ആയങ്കരയിൽ നിന്നാരംഭിച്ച പര്യടനം പൈങ്ങോട്ടൂർ, കുളപ്പുറം, തെക്കേ പൊന്നമറ്റം, കടവൂർ, പനങ്കര, ഞാറക്കാട്, മണിപ്പാട, ഇല്ലിച്ചോട്, നെടുവക്കാട്, ചാത്തമറ്റം സ്കൂൾ കവല, ഒറ്റക്കണ്ടം എന്നിവിടങ്ങളിൽ വോട്ട് അഭ്യർത്ഥിച്ച് തൃപ്പള്ളിക്കവലയിൽ സമാപിച്ചു. നമ്മൾ ഇന്ന് പര്യടനത്തിന്റെ ഔപചാരികമായ ഉദ്ഘാടനം ഇവിടെ നിർവഹിക്കപ്പെട്ടു. ഇനി ഇതിന്റെ 2ാം ഘട്ട പ്രചരണം നമ്മുടെ പര്യടനം ഇന്നിവിടെ ആരംഭിക്കുകയാണ്. ഞാൻ കഴിഞ്ഞ 5 വർഷക്കാലം
ഈ നാടിനെ പ്രതിനിധീകരിക്കാനുള്ള ഒരു അവസരം എനിക്ക് ലഭിച്ചു. ഞാൻ ജനിച്ചു വളർന്ന നാട്ടിൽ നിന്നാണ് ഈ തവണത്തെ നമ്മുടെ പര്യടനം ആരംഭിക്കുന്നത്. തീർച്ചയായിട്ടും ആത്മവിശ്വാസത്തോടുകൂടി കഴിഞ്ഞ 5 വർഷക്കാലം ആത്മാർത്ഥമായി പ്രവർത്തിക്കാൻ കഴിഞ്ഞു എന്നെനിക്ക് പറയാൻ കഴിയും. തെരഞ്ഞെടുപ്പ് സമിതി ചെയർമാൻ PM അമീർ അലി അധ്യക്ഷത വഹിച്ച യോഗത്തിൽ ഡീൻ കുര്യാക്കോസ് MP, KM സലീം, KM അബ്ദുൾ മജീദ്, KM പരീദ്, ജോസ് പെരുമ്പള്ളിക്കുന്നിൽ, ഉല്ലാസ് തോമസ്, KM ഹസൈനാർ, സുഭാഷ് കടക്കോട്, സാബു ജോൺ, OM സുബൈർ, ഷൈസൺ P മാങ്ങഴ, ബേബി ജോൺ, KM ജോർജ്, തോംസൺ പീച്ചപ്പിള്ളി, ജേക്കബ് പെരുമംഗലത്ത്, ഷെജി ജേക്കബ്, ലുഷാദ് ഇബ്രാഹിം, മാണി പിട്ടാപ്പിള്ളിൽ, അരുൺ ജോസഫ്, റോബിൻ എബ്രഹാം, PI അജിംസ് എന്നിവർ പ്രസംഗിച്ചു. തോട്ടത്തിൽ സിൽവർ കളക്ഷൻസ്, തോട്ടത്തിൽ ആർക്കേഡ്, ഓപ്പോസിറ്റ് സയാന ഹോട്ടൽ, TB ജംഗ്ഷൻ, മൂവാറ്റുപുഴ. മൂവാറ്റുപുഴയിൽ 2020 NDA സ്ഥാനാർത്ഥി സണ്ണി കടുത്താഴെ പ്രചരണ രംഗത്ത് മുന്നേറുന്നു. വാളകത്തെ വിവിധ മേഖലകളിലെ വ്യാപാര സ്ഥാപനങ്ങൾ, ഓഫീസുകൾ എന്നിവിടങ്ങളിൽ ഉൾപ്പെടെ സണ്ണി തോമസ് കടുത്താഴെ വോട്ട് തേടിയെത്തി. മൂവാറ്റുപുഴയിൽ 2020 NDA സ്ഥാനാർത്ഥി സണ്ണി തോമസ് കടുത്താഴെ പ്രചരണ രംഗത്ത് മുന്നേറുന്നു. വാളകത്തെ വിവിധ മേഖലകളിലെ വ്യാപാര സ്ഥാപനങ്ങൾ, ഓഫീസുകൾ എന്നിവിടങ്ങളിൽ ഉൾപ്പെടെ സണ്ണി തോമസ് കടുത്താഴെ വോട്ട് തേടിയെത്തി. തൊഴിലാളികളടക്കമുള്ളവർ ഊഷ്മളമായ സ്വീകരണമാണ് സ്ഥാനാർത്ഥിക്ക് നൽകിയത്. വാളകം പഞ്ചായത്ത് ഓഫീസിലെത്തി ജീവനക്കാരോട് വോട്ട് തേടിയ ശേഷം മൂവാറ്റുപുഴ SNDP യൂണിയൻ ഓഫീസിലെത്തി യൂണിയൻ പ്രസിഡന്റ് VK നാരായണനെ നേരിൽ കണ്ടും സണ്ണി തോമസ് കടുത്താഴെ വോട്ട് അഭ്യർത്ഥിച്ചു. നിരപ്പ്, വാഴക്കുളം, കദളിക്കാട്, കല്ലൂർക്കാട്, വാളകം, പാലക്കുഴ, ആരക്കുഴ തുടങ്ങിയ പ്രദേശങ്ങളിലെ വ്യാപാര സ്ഥാപനങ്ങളിലും പ്രധാന ജംഗ്ഷനുകളിലുമെല്ലാം സ്ഥാനാർത്ഥി വോട്ട് തേടി. സാമൂഹിക പ്രവർത്തകരുമായും സണ്ണി തോമസ് കടുത്താഴെ ആശയവിനിമയം നടത്തി. വിവിധയിടങ്ങളിലെ മരണവീടുകൾ സന്ദർശിച്ച് കുടുംബാംഗങ്ങളുടെ ദുഃഖത്തിൽ പങ്കുചേരാനും സ്ഥാനാർത്ഥി സമയം കണ്ടെത്തി. മഞ്ഞള്ളൂർ, ആയവന, പോത്താനിക്കാട്, പൈങ്ങോട്ടൂർ എന്നീ പഞ്ചായത്തുകളിൽ നടന്ന കൺവെൻഷനുകളിലും സണ്ണി തോമസ് കടുത്താഴെ പങ്കെടുത്തു. BJP മണ്ഡലം പ്രസിഡന്റുമാരായ T ചന്ദ്രൻ, B ബിനുകുമാർ, മണ്ഡലം ജനറൽ സെക്രട്ടറി KP തങ്കക്കുട്ടൻ, 2020 നിയോജക മണ്ഡലം പ്രസിഡന്റ് അഡ്വക്കേറ്റ് ചാൾസ് പോൾ, വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ഹിസ്റ്റി എംസാനി, NDA നേതാക്കന്മാരായ VK അശോകൻ, KC ബാബു, AS വിജുമോൻ, യദുകൃഷ്ണൻ, PU ഗോപാലകൃഷ്ണൻ, അജിത് V ഗോവിന്ദ്, ശ്രീജിത്ത് നാരായണൻ, ബിനു MG, അഡ്വക്കേറ്റ് CV ജോണി തുടങ്ങിയവർ സ്ഥാനാർത്ഥിയോടൊപ്പം ഉണ്ടായിരുന്നു. അച്ചയൻസ് ഗോൾഡ് 20 വർഷത്തെ പാരമ്പര്യം, 26 ഷോറൂമുകൾ. കോൾ 8590046916. ന്യൂസ് 8 പൂർണ്ണമാകുന്നു. നമസ്കാരം.